വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ പേപ്പർ ബോട്ട്സ് എന്ന പാഠമാണ്. നമുക്ക് ഈ പാഠം ഒന്ന് നോക്കാം. ചാപ്റ്റർ 6 പേപ്പർ ബോട്ട്സ്. ലെറ്റ് us read. നമുക്ക് വായിക്കാം. മീന walked towards the stream. മീന എങ്ങോട്ടേക്കാണ് പോയത്? ഷി walked towards the stream. അവൾ അരുവിയുടെ ഭാഗത്തേക്ക് നടന്നു. ഷി walked towards the stream മീൻസ് അവൾ അരുവിയുടെ ഭാഗത്തേക്ക് നടന്നു. സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? നാരോ റിവർ, ബ്രൂക്ക് എന്നും പറയാം. BROOK, ബ്രൂക്ക്. ഷീ walked towards the stream near the bamboo bridge. എവിടെയായിട്ടാണ് പോയത്? നിയർ ദ ബാംബു ബ്രിഡ്ജ്, മുളമ്പാലത്തിൻ്റെ അടുക്കിലേക്ക്, മുള കൊണ്ടുണ്ടാക്കിയ പാലത്തിൻ്റെ അടുക്കിലേക്കാണ് പോയത്. ഷി ബെൻഡ് എ ലിറ്റിൽ. അവൾ അല്പം ഒന്ന് കുനിഞ്ഞു. ആൻഡ് പുട്ട് എ പേപ്പർ ബോട്ട് ഇൻ ദ വാട്ടർ. വെള്ളത്തിലേക്ക് ഒരു പേപ്പർ ബോട്ട് ഇട്ടു. ഷീ പുട്ട് എ പേപ്പർ ബോട്ട് ഇൻ ദ വാട്ടർ. വെള്ളത്തിലേക്ക് ഒരു പേപ്പർ ബോട്ട് ഇട്ടു. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി. അത് ഈ അരുവിയിലൂടെ താഴേക്ക് ഒഴുകി. എങ്ങനെയാണ് ഒഴുകിയത്? സ്വിഫ്റ്റ്ലി, വേഗത്തിൽ. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി. ആ കടലാസ് ബോട്ട് വെള്ളത്തിലൂടെ അരുവിയിലൂടെ സാവധാനമല്ല, വേഗത്തിൽ തന്നെ പോയി. സ്വിഫ്റ്റ്ലി മീൻസ് വേഗത്തിൽ. മീന വാസ് ഡിലൈറ്റഡ്. മീന വാസ് ഡിലൈറ്റഡ്. മീനയ്ക്ക് വളരെ സന്തോഷമായി. ഷി വാസ് എമ്യൂസ്ഡ്. ഡിലൈറ്റഡ് മീൻസ് എമ്യൂസ്, സന്തോഷമായി. ഷീ വെൻറ്റ് ഓൺ പുട്ടിങ് സെവറൽ പേപ്പർ ബോട്ട്സ്. അവൾ എന്ത് ചെയ്തു? ഷീ വെൻറ്റ് ഓൺ പുട്ടിങ് സെവറൽ പേപ്പർ ബോട്ട്സ്. പല കടലാസ് ബോട്ടുകൾ ഉണ്ടാക്കി വെള്ളത്തിലേക്ക് ഇട്ടു. ഷി വെൻറ്റ് ഓൺ പുട്ടിങ് സെവറൽ പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. അരുവിയിലേക്ക് കൂടുതൽ പേപ്പർ ബോട്ടുകൾ ഇട്ടു. ആസ് ദ ബോട്ട്സ് ഫ്ലോട്ടഡ് ഡൗൺ ദ സ്ട്രീം. ബോട്ട് അരുവിയിലൂടെ താഴേക്ക് ഒഴുകിപ്പോയപ്പോഴേ ഷീ സോ എ നോട്ടി ബോയ്. അവൾ ഒരു വികൃതിയായ ആൺകുട്ടിയെ കണ്ടു. ഒരു താന്തോന്നിയായ ആൺകുട്ടി. നോട്ടി മീൻസ് താന്തോന്നിയായ, വികൃതിയായ എന്നൊക്കെയാണ്, ഇംപൊളൈറ്റ്. അവൻ എന്താണ് ചെയ്തിരുന്നത്? പുഷിംഗ് ബോട്ട്സ് ഇൻ ടു ദ വാട്ടർ. ജലത്തിലേക്ക് അവളുടെ ബോട്ടുകൾ തള്ളിമറിക്കുകയാണ് അവൻ. മീന സ്റ്റേർഡ് അറ്റ് ദ ബോയ് ആംഗ്രിലി. മീന അവനെ തുറിച്ചു നോക്കി ദേഷ്യത്തോടെ. മീന സ്റ്റേർഡ് അറ്റ് ദ ബോയ് ആംഗ്രിലി. മീന ദേഷ്യത്തോടെ ആ ആൺകുട്ടിയെ തുറിച്ചു നോക്കി. സ്റ്റേർഡ് മീൻസ് തുറിച്ചു നോക്കുക. ഹി ഡിഡ് നോട്ട് കെയർ ഫോർ മീനാസ് ആംഗ്രി ഫേസ്. പക്ഷേ എന്ത് ചെയ്തു അവൻ? ഹി ഡിഡ് നോട്ട് കെയർ, അവൻ ശ്രദ്ധിച്ചില്ല. ഫോർ മീനാസ് ആംഗ്രി ഫേസ്, മീനയുടെ ദേഷ്യപ്പെട്ട മുഖം അവൻ ശ്രദ്ധിച്ചതേയില്ല. ഷീ ഷൗട്ടഡ് സ്റ്റോപ്പ്. അവൾ ഒച്ചത്തിൽ വിളിച്ചു പോയി, നിർത്തുന്നു. ഷീ ഷൗട്ടഡ് സ്റ്റോപ്പ് ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് സ്റ്റോപ്പ്. പക്ഷേ ആ ആൺകുട്ടി അവൻ്റെ ആ പണി നിർത്തിയില്ല. ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ്, അവൻ നിർത്തിയില്ല. വൈ ആർ യു ഓവർ ടേണിങ് ദ പേപ്പർ ബോട്ട്സ്? മീന ആസ്ക്ഡ് ആംഗ്രിലി. വൈ ആർ യു ഓവർ ടേണിങ് മൈ പേപ്പർ ബോട്ട്സ്? നീ എന്താണ് എൻ്റെ പേപ്പർ ബോട്ടുകൾ മറിക്കുന്നത്? മീന ആസ്ക്ഡ് ആംഗ്രിലി. മീന ദേഷ്യത്തോടെ ചോദിച്ചു. ബിക്കോസ് ഇറ്റ് ഈസ് ഫൺ. കാരണം അത് രസമാണ്. റിപ്ലൈഡ് ദ ബോയ്. ആൺകുട്ടി മറുപടി പറഞ്ഞു. അവൻ്റെ മറുപടി എന്തായിരുന്നു? ബിക്കോസ് ഇറ്റ് ഈസ് ഫൺ. അത് രസമുള്ള കാര്യമാണ്. അതാണ് മറുപടി പറഞ്ഞത്. ഇറ്റ് മേ ബി ഫൺ ഫോർ യു. നിനക്കത് രസമായിരിക്കാം. ബട്ട് ദോസ് ആർ മൈ പേപ്പർ ബോട്ട്സ്. പക്ഷേ ആ പേപ്പർ ബോട്ടുകളൊക്കെ എൻ്റേതാണ്. സെറ്റ് മീന. മീന പറഞ്ഞു. സോ യു ജസ്റ്റ് സ്റ്റോപ്പ് ഓവർ ടേണിങ് മൈ ബോട്ട്സ്. അതുകൊണ്ട് നീ ഇപ്പം നിർത്ത്. ജസ്റ്റ് സ്റ്റോപ്പ് ഓവർ ടേണിങ് മൈ ബോട്ട്സ്. എൻ്റെ ബോട്ട് മറിക്കുന്നത് നീ നിർത്തി വയ്ക്കേ. ബോയ് തോട്ട് ഫോർ എ മിനിറ്റ് ആൻസർ. ഒരു നിമിഷം അവനും ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഐ വിൽ നോട്ട് ഡു ഇറ്റ് അഗെയിൻ. ഞാനിനി അത് ചെയ്യില്ല. ബട്ട് ഐ ഓൾസോ വോണ്ട് ടു പ്ലേ. പക്ഷേ എനിക്കും കളിക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ? എന്നെ സഹായിക്കാമോ? മീന ആസ്ക്ഡ്. മീന പറഞ്ഞു, ഐ ഹാവ് ഇനഫ് പേപ്പർ. എനിക്ക് വേണ്ടുവോളം പേപ്പറുണ്ട്. യു ക്യാൻ മേക്ക് ബോട്ട്സ് ഫോർ യുവർ സെൽഫ്. യു ക്യാൻ മേക്ക് ബോട്ട് ഫോർ യുവർ സെൽഫ്. നിനക്ക് ബോട്ട് സ്വയം ഉണ്ടാക്കാം. ദി ബോയ് ആൻസേർഡ്. അവൻ മറുപടി പറഞ്ഞു, ഐ ഡോണ്ട് നോ ഹൗ ടു ഫോൾഡ് ദ പേപ്പർ. എനിക്കറിയില്ല എങ്ങനെ കടലാസ് മടക്കണമെന്ന്. ഐ ഡോണ്ട് നോ ഹൗ ടു ഫോൾഡ് ദ പേപ്പർ. എങ്ങനെയാണ് പേപ്പർ മടക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് പേപ്പർ മടക്കുന്നത്? ടു മേക്ക് ബോട്ട്സ്, ബോട്ട് ഉണ്ടാക്കാനായിട്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു ഫോൾഡ് ദ പേപ്പർ ടു മേക്ക് ബോട്ട്സ്. ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് പേപ്പർ മടക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മീന സച്ച്. മീന പറഞ്ഞു, ദാറ്റ് ഈസ് ഈസി. അത് എളുപ്പമാണ്. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. ഷീ ഷോഡ് ഹിം. അവൾ കാണിച്ചു കൊടുത്തു. ഹൗ ടു മേക്ക് ദ ബോട്ട്സ്. ബോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഷീ ഷോഡ് ഹിം ഹൗ ടു മേക്ക് ദ ബോട്ട്സ്. അവൾ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ബോട്ട് ഉണ്ടാക്കേണ്ടതെന്ന്. മീന ടുക്ക് ഔട്ട് കളേർഡ് പേപ്പർ ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. മീന ടുക്ക് ഔട്ട് കളേർഡ് പേപ്പർ.
നല്ല നിറമുള്ള പേപ്പറുകളൊക്കെ എടുത്തു. ഓഫ് ഡിഫറെൻറ്റ് സൈസസ്, പല വലിപ്പത്തിലുള്ളത്. ഷീ ഷോഡ് ദ ബോയ് ഹൗ ടു ഫോൾഡ്. അവൾ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്. ഹൗ ടു ഫോൾഡ്, എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. ആൻഡ് റീഫോൾഡ്, എങ്ങനെയാണ് വീണ്ടും മടക്കേണ്ടതെന്ന്. ദ പേപ്പർ ടു മേക്ക് എ ബോട്ട്. ഷീ ഷോഡ് ദ ബോയ് ഹൗ ടു ഫോൾഡ് ആൻഡ് റീഫോൾഡ് ദ പേപ്പർ ടു മേക്ക് എ ബോട്ട്. അവൾ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് പേപ്പർ മടക്കേണ്ടത് വീണ്ടും മടക്കേണ്ടതെന്ന്. എന്തിനാ? ടു മേക്ക് എ ബോട്ട്, ഒരു ബോട്ട് ഉണ്ടാക്കാനായിട്ട്. ദ ബോയ് വാച്ച്ഡ് കെയർഫുള്ളി. ആൺകുട്ടി വളരെ ശ്രദ്ധയോടെ നോക്കി നിന്നു. ദെൻ ഹീ ടുക്ക് എ പീസ് ഓഫ് പേപ്പർ. പിന്നെ അവൻ ഒരു കഷ്ണം പേപ്പർ എടുത്തു. ആൻഡ് സ്റ്റാർട്ടഡ് ടു മേക്ക് എ പേപ്പർ ബോട്ട്. എന്നിട്ട് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ദെൻ ഹീ ടുക്ക് എ പീസ് ഓഫ് പേപ്പർ. പിന്നെ അവൻ ഒരു കഷ്ണം പേപ്പർ എടുത്തു. ആൻഡ് സ്റ്റാർട്ടഡ് ടു മേക്ക് പേപ്പർ ബോട്ട്. അവൻ പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. സൂൺ എ ഫ്യൂ ബോട്ട്സ് വെർ റെഡി. വളരെ പെട്ടെന്ന് കുറേ ബോട്ടുകൾ റെഡിയായി. സൂൺ എ ഫ്യൂ ബോട്ട്സ് വെർ റെഡി. വളരെ പെട്ടെന്ന്. സൂൺ മീൻസ് പെട്ടെന്ന്. എ ഫ്യൂ ബോട്ട്സ് വെർ റെഡി. കുറച്ച് ബോട്ടുകളൊക്കെ റെഡിയായി. മീന ജെൻലി പുട്ട് ഹെർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. മീന എന്ത് ചെയ്തു? ഷീ ജെൻലി പുട്ട് ഹെർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. അവൾ ബോട്ടുകളെ എവിടെ ഇട്ടു? സ്ട്രീമിലേക്ക് ഒഴുക്കി. ദ ബോയ് പുട്ട് ഹിസ് ബോട്ട് ഇൻ ദ സ്ട്രീം ടു. ആൺകുട്ടിയും ആ അരുവിയിലേക്ക് അവൻ്റെ ബോട്ടുകൾ ഇറക്കി. ദ ബോയ് പുട്ട് ഹിസ് ബോട്ട്സ് ഇൻ ദി സ്ട്രീം ടു. അവനും, ടു മീൻസ് ഓൾസോ, അവനും ഈ ബോട്ടുകളൊക്കെ ആ അരുവിയിലിട്ടു. ദി ബോട്ട് sailed down the stream. The boats sailed down the stream. ബോട്ടുകൾ അരുവിയിലൂടെ താഴേക്ക് ഒഴുകി. ബോത്ത് എൻജോയ്ഡ് വാച്ചിങ് ദ ബോട്ട്സ്. രണ്ടുപേരും സന്തോഷിച്ചു. അങ്ങനെയാണ് രണ്ടുപേരും ആസ്വദിച്ചു. വാച്ചിങ് ദ ബോട്ട്സ് ഒഴുകിപ്പോകുന്ന കണ്ടവർ ആസ്വദിച്ചു. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.